വിലയേറിയ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ പാടിയതുപോലെ അത്ഭുതകരമായ സ്നേഹം അനുഭവിക്കുന്ന ദൈവജനമായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് തന്ന കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ അത്ഭുതകരമായ സ്നേഹം അനുഭവിക്കുമ്പോൾ നമുക്കൊരു മിനിമം ഉത്തരവാദിത്വമുണ്ട്. നമ്മെ സ്നേഹിച്ച നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുവാനും ആ സ്നേഹം സാക്ഷ്യപ്പെടുത്തി ജീവിക്കുവാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടതായൊരു സാക്ഷ്യം നമ്മൾ കൂടെ ഓർക്കാറുണ്ട്. യോഹന്നാൻ 14:15 വായിക്കുന്നത് പോലെ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഏറ്റവും കൃത്യമായി കാത്ത് നമ്മുടെ തലമുറയിൽ സാക്ഷ്യം വഹിക്കുവാൻ, അടുത്ത തലമുറയ്ക്ക് ദൈവത്തിൻ്റെ വചനം പകർന്നു കൊടുക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവൻ എന്ന് നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി. അതാണ് 1-2 ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ഇതാചരിക്കുകയും വചനം ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ പ്രയോഗത്തെ അധികരിക്കുന്നതായ ചില ആത്മീക പാഠങ്ങളാണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ധ്യാനിച്ച് വന്നത്. ഇത് ഇത്രയും വിശദമായിട്ട് ചിന്തിക്കണമെന്ന് നിർബന്ധമില്ല, അല്ലാതെയും നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. എന്നാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ചില പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമാറ് നമ്മൾ ആ വാക്യത്തിൻ്റെ വിശദാംശങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. അബ്രഹാമിന് ദൈവം എന്തിനാണ് തിരഞ്ഞെടുത്ത് ആക്കിയത് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ധ്യാനിച്ചു വരുവാൻ ഇടയായിട്ട് തീർന്നത്. ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കേണ്ടതിനും തൻ്റെ കുടുംബത്തോടും മക്കളോടും അത് കൽപ്പിക്കേണ്ടതിനും വേണ്ടിയാണ് അബ്രഹാമിനെ തിരഞ്ഞെടുത്തത് എന്നുള്ളതായ കാര്യം നമ്മൾ കാണുകയുണ്ടായി. ഒടുവിലായി റെഫറൻസ് പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് ഞാൻ അവസാനിപ്പിച്ചത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ ഒന്ന് വായിച്ചും ധ്യാനിച്ചുമൊക്കെ വരണം എന്ന് ഞാൻ ഓർപ്പിച്ചിരുന്നു. നമുക്ക് വളരെ പരിചയമുള്ള വാക്യങ്ങളാണല്ലോ അത്. അബ്രഹാം തൻ്റെ കുടുംബത്തിൽ എത്രയോ സൂക്ഷ്മതയോടുകൂടിയാണ് സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീർന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ആ വാക്യം അറിയാമെങ്കിലും ആ വാക്യം പ്രാർത്ഥനാപൂർവ്വം ഒന്ന് വായിച്ച് തുടങ്ങാം എന്ന് കരുതുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. വിശ്വാസത്താൽ അവൻ വാഗ്ദത്തദേശത്തൊരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അപ്പോൾ അവിടെ അബ്രഹാമിനെ കുറിച്ച് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഈ വിലപ്പെട്ട സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. ഈ വാക്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നും ഇത് എത്രയോ ലളിതമായൊരു കാര്യമാണ്. കാരണം അബ്രഹാം ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു എന്നുള്ളതായ ആ സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏറ്റവും ലളിതമായിട്ട് അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതം വളരെ ലളിതമായിട്ടുള്ളതായൊരു ക്രമീകരണമാണ്. പക്ഷേ നമ്മളങ്ങനെ നമ്മുടെ കുടുംബത്തോടു കൂടെ പാർക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ സ്വർഗം വിലമതിക്കുന്നതായ വളരെ വിലപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാനായിട്ടുണ്ട് എന്നുള്ളതായ കാര്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്.
അതുകൊണ്ട് നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന നിലയിൽ നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതവും അതിൽ തന്നെ ഈ വലിയ ലക്ഷ്യത്തെ സാധൂകരിക്കുന്നതായിരിക്കണം എന്നുള്ളതായ മനോഹരമായ സത്യം ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ ഈ വാക്യങ്ങളുടെ ഒത്തിരി വിശദാംശങ്ങളിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളിത് സാധാരണ പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നതായ വാക്യങ്ങളാണല്ലോ. ഒന്ന് രണ്ട് സൂചനകൾ മാത്രം ഞാനൊന്ന് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. 9-ാമത്തെ വാക്യത്തിൽ വളരെ അതിശയകരമായൊരു കാര്യം വിശ്വാസവീരനായ അബ്രഹാമിനെ കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ സാധാരണ ഓർക്കാറുള്ളൊരു കാര്യമാണ്, അബ്രഹാം എവിടേക്ക് പോകുന്നു എന്നറിയാതെയാണ് പുറപ്പെട്ടത് എന്നുള്ളതായ കാര്യം ദൈവാത്മാവ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഞാനിന്ന് പകുതി ഈ വാക്യത്തിലൂടെ പോകുമ്പോൾ ഓർത്ത ഒരു കാര്യം, അബ്രഹാമിനെ കുറിച്ച് നമുക്ക് എത്രയോ മനോഹരമായിട്ട് അറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ചരിത്രഭാഗത്ത് തന്നെ ഈ സത്യം എവിടെ പോകുന്നു എന്ന് അറിയാതെ അബ്രഹാം പോകാൻ പറഞ്ഞു. പോകുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഈ അടുത്ത കാലത്തുമൊക്കെ അങ്ങനെ വിശ്വാസത്തിൻ്റെ വഴിയിൽ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളതായ എത്രയോ ഭക്തന്മാരുടെ ചരിത്രം ഈ കേരളക്കരയിൽ തന്നെ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മകൾ ആദ്യം നാഗൽ സാഹിബിലേക്കാണ് പോയത്. ഈ വാക്ക് അതുപോലെ അന്വർത്ഥമായ ഒരു ജീവിതം. കാരണം തനിക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം കൊടുത്തതായ വലിയൊരു ഉൾക്കാഴ്ച ലഭിക്കാനിടയായിട്ട് തീർന്നപ്പോൾ ബാസൻ മിഷൻ കൊടുക്കുന്നതായ ആ ശമ്പളവും സൗകര്യങ്ങളും ബംഗ്ലാവും ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ച് ആ ദൈവമനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളത് നാം ഈ ചരിത്രത്തിൽ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ളതായൊരു സത്യമാണ്. തനിക്കുള്ള സാധനങ്ങളെല്ലാം ഒരു കാളവണ്ടിയിൽ കയറ്റി എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ, കാളവണ്ടിക്കാരനോട് പോകേണ്ട സ്ഥലവും പറയാതെ താൻ പുറപ്പെട്ടു എന്നാണല്ലോ ആ ചരിത്രത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് അബ്രഹാമിന് മാത്രം സാധിക്കുന്ന കാര്യമല്ല. നമ്മുടെ തലമുറയിൽ നമുക്കും വിശ്വാസത്താലുള്ള ഈ മനോഹരമായ കാൽച്ചുവട് എടുത്തു വച്ച് ജീവിക്കാവുന്ന വലിയ സാധ്യതയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നത് എന്ന് നാം ഓർത്തിരിക്കണം. ഞാൻ നായർ സാഹിബിനെ കണ്ടിട്ടില്ല, എന്നാൽ ഞാൻ കണ്ടിട്ടുള്ളൊരു ദൈവഭക്തൻ്റെ അനുഭവം ഞാനിവിടെ ചേർത്ത് ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. അദ്ദേഹം ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുകയാണ്. മലബാറിൽ കർത്താവിൻ്റെ പേര് ചെയ്തുകൊണ്ടിരുന്ന PM മാത്യുച്ചായനോടുകൂടെ ഞാൻ ചില ദിവസങ്ങൾ ഒരു കുന്നിൻ മുകളിൽ ഒരു കുടിലിൽ താമസിക്കാനും അങ്ങനെ തന്നോടുകൂടെ ഒരു പ്രത്യേകമായ സമയം ചെലവിടുവാനും ഒരു അവസരം ലഭിച്ചു. അതിപ്പോഴും എൻ്റെ മനസ്സിലെ പച്ചയായിട്ടുള്ളതായ ഓർമ്മയാണ്. ഒരു പാത്രത്തിൽ കഞ്ഞിയും ഒക്കെ വെച്ച് അത് കഴിച്ച് പ്രാർത്ഥിച്ചും പിന്നെ ചില വീടുകളിലൊക്കെ പോയി വചനം പറഞ്ഞുമൊക്കെ അങ്ങനെ 1-2 ദിവസങ്ങൾ ആ കുന്നിൻ മുകളിൽ ചെലവിടുവാനിടയായിട്ട് തീർന്നത് ഇന്നെന്ന പോലെ ഓർക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒത്തിരി അനുഭവങ്ങൾ അന്ന് പങ്കിടുവാനിടയായിട്ട് തീർന്നു. മലബാറിൽ ഇപ്പോൾ നല്ല സമയമുള്ളൊരു സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ ചരിത്രം അദ്ദേഹം പറഞ്ഞു. അങ്ങോട്ടൊക്കെ വളരെ വിരളമായിട്ട് ബസ്സുള്ളൂ. പക്ഷേ ആ ബസ്സിൽ അത്യാവശ്യം സാധനങ്ങൾ, ഒരു മൈക്ക് സെറ്റ് ഉൾപ്പെടെ എല്ലാം കയറ്റി 3-4 സഹോദരന്മാർ അങ്ങോട്ട് യാത്ര പുറപ്പെട്ടു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ വണ്ടിക്ക് കൊടുക്കാനുള്ള വണ്ടിക്കൂലി പോലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ വിശ്വാസത്താൽ അങ്ങനെ പുറപ്പെടാനായിട്ട് ഇടയായിട്ട് തീർന്നു. എവിടെ താമസിക്കണം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അവിടെ ചെന്ന് വണ്ടി ഇറങ്ങി സ്ഥലം അന്വേഷിച്ച് എവിടെയെങ്കിലും താമസിക്കാം എന്ന് വിചാരിച്ച് ഒരു ക്യാമ്പയിൻ തുടങ്ങാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതായൊരു പുറപ്പാട് ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അബ്രഹാമിൻ്റെ ഈ വിശ്വാസം ഈ തലമുറയിലും ഒക്കെ പിൻപറ്റുന്നവരായ ആളുകളെ ദൈവം നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ സന്തോഷത്തോടെ ഓർക്കാനായിട്ട് സാധിക്കുകയാണ്. ആളുകളെ നിർത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, നമുക്കും അങ്ങനെയുള്ള സ്റ്റെപ്പുകൾ എടുത്തു വെച്ച് വിശ്വാസത്താൽ ജീവിക്കാനുള്ളതായ വലിയ സാധ്യത ദൈവം തുറന്നു തന്നിട്ടുണ്ട് എന്നുള്ളത് ഞാനിന്ന് പകൽക്കാലം ഓർക്കുവാൻ
ഇടയായിട്ട് തീർന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്ത് എന്ന പോലെ ചെന്നു എന്ന് നമ്മൾ വായിക്കുകയാണ്. വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്ത് എന്ന പോലെ ആ ദൈവത്തിൻ്റെ ദാസൻ താമസിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അടുത്ത കാര്യമാണ് നമ്മുടെ വിഷയത്തിൽ പ്രധാനപ്പെട്ടതായ കാര്യം. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു എന്ന് നമ്മൾ കാണുകയാണ്. ഇവിടെയാണ് നമ്മുടെ ചിന്താവിഷയം. അവിടെ അബ്രഹാമിനെ തിരഞ്ഞെടുത്ത കാര്യം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ, അബ്രഹാമിനെ തിരഞ്ഞെടുത്ത ലക്ഷ്യം പറയുന്നത് നീതിയോടും ന്യായത്തോടും കൂടെ തൻ്റെ കുടുംബത്തിൽ പാർക്കേണ്ടതിനും പിന്നെ തൻ്റെ മക്കളോടും കുടുംബത്തോടും ദൈവം കൊടുത്ത പ്രമാണം കൽപ്പിക്കേണ്ടതിനും വേണ്ടിയാണ് അബ്രഹാമിനെ തിരഞ്ഞെടുത്തത് എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് എന്നെ സ്പർശിച്ചൊരു 2 വാക്കുകൾ ഞാൻ ആ 10-ാം വാക്യത്തിൽ നിന്ന് രാത്രിയിൽ എടുത്തു പറയാൻ ശ്രമിക്കുകയാണ്. തൻ്റെ മകനെക്കുറിച്ചും കൊച്ചുമകനെക്കുറിച്ചും അബ്രഹാമിനുണ്ടായിരുന്നതായ ഉൾക്കാഴ്ച നമ്മളവിടെ വായിക്കുന്നുണ്ട്. വാഗ്ദത്തത്തിന് ഇവർ കൂട്ടാളികളാണ് എന്നുള്ളതായ ആ വിശ്വാസത്തോട് കൂടിയാണ് തൻ്റെ മകനോടും കൊച്ചുമകനായ യാക്കോബിനോടും കൂടെ അബ്രഹാം പാർക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഞാനിവിടെ ഒരു ദൂത് കൈമാറുകയാണ്. ദൈവം നമുക്ക് തരുന്ന മക്കളെ നാം വളർത്തുമ്പോൾ അവർ നമുക്ക് ലഭിച്ച അതേ വാഗ്ദത്തത്തിൻ്റെ കൂട്ടവകാശികളാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുവാനും അവരെ വിശ്വാസത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനുമുള്ളതായ ആ ആഴമേറിയ നിർണയം എനിക്കും നിങ്ങൾക്കും സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. തങ്ങളുടെ വിശ്വാസത്തിൻ്റെ മൂല്യങ്ങളൊക്കെ സൂക്ഷിച്ചു, പിള്ളേരൊന്നും അത് സൂക്ഷിക്കുമെന്നൊന്നും തോന്നുന്നില്ല എന്നുള്ളതായ അലസമായ കാഴ്ചപ്പാട് പലപ്പോഴും കണ്ടുവരുവാൻ ഇടയായിട്ട് തീരാറുണ്ട്. പ്രിയപ്പെട്ടവരെയും, പിശാച് ഒരുക്കിയിരിക്കുന്ന ഈ കണിയിൽ നമ്മൾ ആരും പെടുന്നില്ല എന്നുള്ളത് എല്ലാ സൂക്ഷ്മതയോടും കൂടെ ഉറപ്പുവരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നാം ഇവിടെ ഓർക്കുന്നതായ കാര്യം, വീട്ടിൽ വചനം ആചരിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊടുക്കുവാൻ ഇടയായിട്ട് തീരുന്നത് അതിൽ തന്നെ എത്രയോ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന യങ് ഫാമിലീസിനോട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നെപ്പോലെയൊക്കെ പ്രായത്തിലേക്ക് വന്ന ആളുകൾക്ക് ഇനിയിപ്പോൾ ഈ ഉൾക്കാഴ്ച കിട്ടിയാലും കൊച്ചുമക്കളിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം മക്കൾക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള സമയം മിക്കവാറും കഴിഞ്ഞു പോയല്ലോ. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം തന്ന മക്കളെ നമ്മൾ വളർത്തി എടുക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, അവരിലേക്ക് വിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ പകരാനായിട്ട് ശ്രമിക്കുമ്പോൾ, അവർ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളാണ് എന്നുള്ളതായ ആ വിശ്വാസത്തിൻ്റെ നിർണയത്തിൽ അത് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വല്ല തിരുത്തലുകളും ആവശ്യമായിട്ടുണ്ട് എന്ന് വരികിൽ ആ തിരുത്തലുകൾ പ്രാർത്ഥനാപൂർവം നിർവഹിച്ച് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉന്നതമായ ഉത്തരവാദിത്വം ഏറ്റവും ശരിയായി നിർവഹിക്കാനായിട്ട് സാധിക്കട്ടെ. ഒരു കാര്യത്തോടെ ഞാൻ ഈ വാക്യത്തിൽ നിന്ന് പറഞ്ഞ് മുമ്പോട്ട് നീങ്ങാം എന്ന് കരുതുകയാണ്. പ്രത്യാശ അവരുടെ കൂടാരവാസത്തിൻ്റെ ആ പരിമിതികളെ ആഘോഷമാക്കി മാറ്റത്തക്കവണ്ണം മുഖാന്തരമായിട്ട് തീർന്നു എന്ന് പറഞ്ഞാൽ, ഈ കൂടാരവാസത്തിന് അതിൻ്റേതായ എന്തെല്ലാം പരിമിതികളുണ്ട്. എന്തെല്ലാം പരിമിതികളുണ്ട്.
കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ രണ്ട് അതിഥികൾ വന്നാൽ അവരെ അകത്ത് കയറ്റിയിരുത്തി സൽക്കരിക്കാനുള്ള സൗകര്യം ഒരു കൂടാരത്തിനുണ്ടാകണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ആ വലിയ സത്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ അബ്രഹാം അതിഥികളെ സ്വീകരിക്കുന്നതും സൽക്കരിക്കുന്നതും ഒരു വൃക്ഷച്ചുവട്ടിലാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ കൂടാരവാസം അതിൽ തന്നെ എത്രയോ പരിമിതിയുള്ളതായൊരു കൂടാരവാസമാണ്. പക്ഷേ അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒന്നും കൂടാരവാസത്തിൽ പരിതപിച്ചല്ല ആ കൂടാരത്തിൽ പാർക്കാനിടയായിട്ട് തീരുന്നത്. ചിലരൊക്കെ കൂടാരത്തിൽ പാർക്കും, പക്ഷേ എന്നും അതിൻ്റെ ദുഃഖങ്ങളും പരിതാപങ്ങളും ഒക്കെയായിരിക്കും അവരുടെ മനസ്സിലുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കൂടാരത്തിൽ പാർത്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. പിന്നെയോ അവർ ഈ കൂടാരത്തിൽ അതിൻ്റെ പരിമിതികൾ ഏറ്റെടുത്ത് ജീവിക്കുമ്പോൾ അവരുടെ പ്രത്യാശ ഈ പരിമിതികളെല്ലാം മറികടക്കുന്നതായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ആ വാക്കുകൾ ഇന്ന് മനോഹരമാണ്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായിട്ട് കാത്തിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പോയ സ്ഥലത്ത് 2-3 ദിവസത്തെ യോഗങ്ങളിലുമൊക്കെ പ്രത്യാശയും പ്രായോഗിക പ്രതിഫലനവും എന്നുള്ളതായ വിഷയമാണ് പറയാനിടയായിട്ട് തീർന്നത്. നമുക്കറിയാം, നമുക്ക് ദൈവം തന്നുള്ള പ്രത്യാശ അതിമഹത്തരമായ പ്രത്യാശയാണ്. ആ പ്രത്യാശയുടെ പ്രായോഗിക ജീവിതം അതിൽ തന്നെ എത്രയോ മനോഹരമാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് അബ്രഹാമും ഇസഹാക്കും യാക്കോബുമൊക്കെ ആ കൂടാരങ്ങളിൽ ഒരുമിച്ച് പാർക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ, അബ്രഹാം മരിക്കുമ്പോൾ യാക്കോബിന് 15 വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്നാണല്ലോ നമുക്ക് അവരുടെ പ്രായമൊക്കെ കണക്കാക്കുമ്പോൾ ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. യാക്കോബിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ കൈമാറാമോ അതെല്ലാം നിർവഹിക്കാനുള്ള അവസരം അബ്രഹാമിന് കിട്ടിയിരുന്നു എന്നുള്ളതായ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ആ കൂടാരവാസം ഈ അബ്രഹാമിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഘോഷമായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിച്ച് വരുന്ന ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, കൂടാരവാസം മക്കളെയാണെങ്കിലും ബൈബിൾ ക്ലാസ് എടുത്ത് മുഴുവനും പഠിപ്പിക്കാനായിട്ട് പറ്റുകയില്ല. പക്ഷേ അതുകൊണ്ട് അബ്രഹാം ഈ മകനോടും കൊച്ചുമകനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് കൂടാരവാസത്തിൻ്റെ മഹത്വവും അതിൻ്റെ ലാളിത്യത്തിൻ്റെ മഹത്വവും ആ പിൻതലമുറയ്ക്ക് കൈമാറിക്കൊടുത്തു എന്നുള്ളതായ ഏറെ അനുഗ്രഹീതമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈ വലിയ ഉത്തരവാദിത്വം ആചരിച്ച് അടുത്ത തലമുറയെ പഠിപ്പിക്കാനുള്ളതായ ആ ഉത്തരവാദിത്വം വിശ്വസ്തമായി നിർവഹിച്ചാൽ നമുക്കും സ്വർഗരാജ്യത്തിൽ വലിയവരായിട്ട് സാക്ഷ്യം വഹിക്കാം. നമ്മൾ വളർത്തുന്ന മക്കളും അങ്ങനെ സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീരും. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അബ്രഹാമിനെ പഠിപ്പിച്ചതുകൊണ്ട് എന്ത് സാധിച്ചു എന്നുള്ളതിൽ 2 സൂചനകൾ കൂടി ഞാൻ പറഞ്ഞ് ഇവിടെ നിന്ന് മുമ്പോട്ട് കടക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, അബ്രഹാം പഠിപ്പിച്ചെടുത്തതായ ആ മകൻ്റെ അനുസരണം വിശ്വപ്രസിദ്ധമാണ്. അത് ഞാൻ വാക്യങ്ങൾ വായിച്ച് വിശദീകരിക്കേണ്ടതായ ആവശ്യമില്ല. അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ അനുസരണം ഏറ്റവും മനോഹരമായി വെളിപ്പെടുന്ന അധ്യായം ഏതാണ്? ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. ആ മകൻ ഒരു കെട്ട് വിറകുമായിട്ട് അബ്രഹാമിനോട് കൂടെ നടക്കുകയാണ്. അവൻ ചോദിക്കുന്ന ചോദ്യമൊക്കെ നമ്മൾ എത്രയോ വട്ടം ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ആട്ടിൻകുട്ടി എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ദൈവം കരുതിക്കൊള്ളും എന്ന് പറയുകയാണ്. പക്ഷേ യാഗം കഴിക്കേണ്ട സമയം വന്നപ്പോൾ യാഗപീഠത്തിങ്കൽ വിറക് നിരത്തി തന്നെയാണ് യാഗം കഴിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ ഇടയായിട്ട് തീരുകയാണ്. ഈ വിറക് കെട്ട് ചുമന്ന ഇസഹാക്കിന് പ്രതികരിക്കുവാൻ ശേഷിയില്ലാത്ത പ്രായമല്ലല്ലോ. പക്ഷേ ആ ഇസഹാക്ക്
എന്തോരനുസരണമാണ് ആ പിതാവിൻ്റെ സന്നിധിയിൽ പുലർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, അബ്രഹാമിൻ്റെ അനുസരണമാണോ വലുത്, ഇസഹാക്കിൻ്റെ അനുസരണമാണോ വലുത്? രണ്ടും വലുതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മകനിലേക്ക് അബ്രഹാം വിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ, താൻ വിശ്വാസത്തിൽ കൂട്ടവകാശിയാണ് എന്നുള്ള ഉൾക്കാഴ്ചയോട് കൂടി കൈമാറുവാൻ ഇടയായിട്ട് തീർന്നെങ്കിൽ അതെത്ര മനോഹരമായിട്ട് ആ ജീവിതത്തിൽ പ്രതിഫലിക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഇതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നതായൊരു ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങളിൽ വായിക്കുന്നത്. അത് ഞാൻ വായിച്ച് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അവിടെ പരിച്ഛേദനയെ സംബന്ധിക്കുന്നതായ വെളിപ്പാട് അബ്രഹാമിന് ദൈവം കൊടുക്കുകയാണ്. നമുക്കറിയാം, നാം ആ വാക്യങ്ങളിലൂടെ കടന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നാൽ ഇസ്മായേലും അബ്രഹാമും പരിച്ഛേദന ഏറ്റു എന്നുള്ളത് മാത്രമല്ല നമ്മൾ വായിക്കുന്നത്. പിന്നെ അവിടെ നാം കാണുന്നത് അബ്രഹാമിൻ്റെ കൂടെയുള്ള എല്ലാ പുരുഷപ്രജയും ഈ കാര്യത്തിന് വിധേയപ്പെട്ടു എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ അവരുടെ അഗ്രചർമ്മത്തെ അന്ന് തന്നെ പരിച്ഛേദന കഴിച്ചു എന്നാണല്ലോ നമുക്കവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, അബ്രഹാമിനോട് കൂടെ പാർക്കുന്ന ആളുകളിലേക്കും തനിക്ക് ഈ മൂല്യങ്ങൾ കൈമാറാനായിട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളത് എത്രയോ മനോഹരമായിട്ടുള്ളതായ സത്യമാണ്. ഈ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നു? നമ്മൾ കാണുന്ന 318 അഭ്യാസികളും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിനാണ് ഈ പ്രായം 100 അടുക്കുന്നു. വല്ല ഓർമ്മക്കുറവാണോ, ഇത് ദൈവം ഇങ്ങനെയൊക്കെ പറയുമോ എന്നൊക്കെ വേണമെങ്കിൽ തിരിച്ച് ചിന്തിക്കാനുള്ള എല്ലാ സാധ്യതയുമുള്ള ആളുകൾ. പക്ഷേ അബ്രഹാം ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തോട് തൻ്റെ കൂടെയുള്ള ആളുകൾ എത്ര വിശ്വസ്തമായിട്ടുള്ള അനുസരണമാണ് സൂക്ഷിച്ചത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പറഞ്ഞവിടെ നിന്ന് മുമ്പോട്ട് പോകട്ടെ. ആചരിച്ച് അബ്രഹാം ഇത് പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തൻ്റെ മകനും കൊച്ചുമകനും മാത്രമല്ല, തന്നോട് കൂടെ പാർത്തതായ ഈ അഭ്യാസികളുമൊക്കെ ആ അനുസരണത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ലോത്തിനെ പിൻപറ്റണമെന്ന് ഈ അഭ്യാസികളോട് പറയുമ്പോൾ നമ്മളെ വിട്ടുപോയി ഈ ആളെ എന്തിനാണ് നമ്മളിപ്പോൾ പിൻപറ്റാൻ പോകുന്നത്, നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോകുന്നത് എന്തിനാണ് എന്ന് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. പക്ഷെ അവരാരും അത് ചോദിച്ചില്ല. അബ്രഹാമിനോട് അങ്ങനെ ചോദിക്കുമായിരുന്നില്ല. കാരണം അവിടെ ആ വലിയ ഉൾക്കാഴ്ച തൻ്റെ ജീവിതം കൊണ്ട് അവർക്ക് കൈമാറിക്കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. ഞാൻ ഈ വിശദീകരണം എല്ലാം പറയുന്നത്, ഈ ആചരിച്ച് പഠിപ്പിക്കുക എന്നുള്ളത് അതിൽ തന്നെ എത്രയോ മഹത്തരമായ ഒന്നാണ് എന്നുള്ളത് നമുക്ക് ഈ കുടുംബത്തിൻ്റെ ചരിത്രത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വളരെ പരിചയമുള്ള 2 വാക്യം കൂടി ഞാൻ ഈ ബന്ധത്തിൽ പറയാം. ഈ ആചരിച്ച് പഠിപ്പിക്കുന്നതിന് ഇത്രയും വിശദീകരണമൊന്നും പറയണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഈ അടുത്ത നാളുകളിൽ ദൈവം തന്ന പ്രകാശനമാകൊണ്ട് ഞാനത് പറയാനായിട്ട് അല്പം ബന്ധപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ന്റെ 19-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നതായ അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്ന അതേ സത്യം ആവർത്തന പുസ്തകം
32-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ആവർത്തന പുസ്തകത്തിലൂടെ പോയപ്പോൾ നിങ്ങൾ ഈ വേദഭാവമൊക്കെ അടുത്ത് പരിചയപ്പെട്ട് കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വളരെ വിസ്തൃതമായിട്ട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഉൽപ്പത്തി 18-19 പ്രമാണങ്ങൾ തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ആ വാക്യം ഒന്ന് വായിച്ച് ഞാനതിൻ്റെ കാതലായ ചില സത്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് എടുത്തു പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. ന്യായപ്രമാണത്തിലെ വചനങ്ങളെയൊക്കെ പ്രമാണിച്ചു നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിപ്പാൻ തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളു. അപ്പോൾ അവിടെ ഇത് മോശയും യോശുവയും ചേർന്ന് ദൈവജനമായ ഇസ്രായേലിന് പൊതുവെ കൊടുത്തതായൊരു കുടുംബ നിയോഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങളുടെ ഒരു കണക്ഷൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉൽപ്പത്തി 18-19 അബ്രഹാമിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ ഒരു വെളിപ്പാടാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിൽ അബ്രഹാമിനെ കുറിച്ചുള്ള ആ സത്യം ഇസ്രായേലിലെ സകല കുടുംബങ്ങൾക്കും കൊടുത്തിരുന്നു എന്നുള്ളത് നമുക്ക് ഈ വാക്യത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വാക്യത്തിൽ കൊടുക്കുന്നൊരു തലക്കെട്ടാണ് ദൈവം ഇസ്രായേലിന് കൊടുത്തതായൊരു കുടുംബ നിയോഗമാണ്. ഞാനിന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാ കുടുംബങ്ങളോടും പറയട്ടെ, ഈ കുടുംബ നിയോഗം നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും കൃത്യമായി ഏറ്റെടുത്ത് പ്രായോഗികമാക്കാനായിട്ട് സാധിക്കണം. ആ നിയോഗം എന്നുള്ള വാക്ക് നമ്മുടെ കർത്താവ് തന്ന മഹാനിയോഗത്തോടുള്ള ബന്ധം നമ്മൾ ഒത്തിരി ചിന്തിക്കാറുണ്ട്. മഹാനിയോഗം എന്തോ ഒരു പ്രധാനപ്പെട്ടതാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇസ്രായേലിന് കൊടുത്ത ഈ കുടുംബ നിയോഗവും അതിൽ തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതായ കാര്യം ഞാൻ ഇവിടെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്കിതിൻ്റെ പശ്ചാത്തലമൊക്കെ അറിയാമല്ലോ. ആവർത്തന പുസ്തകത്തിൽ നിന്ന് പോന്നിട്ട് ഒത്തിരി നാളുകളായില്ലല്ലോ. ഇതിൻ്റെ 44-ാമത്തെ വാക്യം നമ്മൾ ഇടയ്ക്ക് ഓർത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 44-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇത് മോശയും യോശുവയും ചേർന്ന് ഒരു പാട്ടാക്കി ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചതാണ്. കാരണം ഈ പാട്ടാകുമ്പോൾ അത് അവർക്ക് ഓർത്തിരിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. എന്താ അതിശയമേ ദൈവത്തിന് സ്നേഹം എന്നുള്ള പാട്ടിപ്പോൾ നമ്മൾ പാടി. പാട്ടുപുസ്തകം നമ്മൾ കയ്യിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പാട്ടുപുസ്തകം ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാനായിട്ട് ഒരു പ്രയാസവുമില്ല. കാരണം ആ പാട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ മനഃപ്പാടമായിട്ട് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇസ്രായേൽ മക്കളെ മോശയും യോശുവയും ചേർന്ന് ഇതൊരു പാട്ടായി അവരെ പഠിപ്പിച്ചു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഞാനിതിന് ചില കുറിപ്പുകൾ 1-2 വാചകത്തിൽ ഒന്ന് ചേർത്ത് പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ കുടുംബം എന്ന് പറയുന്നത് എന്തോ ഒരു പ്രധാനപ്പെട്ടതായ ഒരു സ്ഥാപനമാണ്. അവിടെ നമ്മൾ എത്ര സൂക്ഷ്മതയോടെ ദൈവം ഏൽപ്പിച്ച കാര്യം നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. ഞാൻ ഈ വേഗത്തിൽ ഈ കുറിപ്പ് പറഞ്ഞങ്ങ് പോകട്ടെ. ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത്, ഇത് ദൈവം തൻ്റെ ജനത്തോട് സാക്ഷീകരിക്കുന്ന വചനമാണ്. മോശയും യോശുവയും കൂടെ ഇവരെ പഠിപ്പിക്കുന്നത്. പക്ഷേ ആ പഠിപ്പിക്കുന്ന വാചകത്തിൽ തന്നെ ഒരു കാര്യം അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ അല്ല, പിന്നെ ആരുടെയാണ്? ഇത് ദൈവം നിങ്ങളോട് സാക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബത്തോട് ബന്ധപ്പെട്ട നിയമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതെപ്പോഴും നമ്മൾ ഗൗരവമായി ഓർത്തുകൊള്ളണം. ഇത് ദൈവം, കുടുംബം സ്ഥാപിച്ച ദൈവം നൽകിയിട്ടുള്ളതാണ്. ഒരു റെഫറൻസ് എഴുതിയിട്ടോ വായിക്കണമെന്ന് നിർബന്ധമില്ല. മലാക്കി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ കുടുംബ ബന്ധത്തിൽ പ്രവാചകൻ പറയുന്നൊരു വാക്കുണ്ട്, അവനോടുള്ള എൻ്റെ നിയമം. അപ്പോൾ ദൈവം കൊടുക്കുന്ന നിയമം
ആർക്കുള്ള നിയമം? അവനോടുള്ള എൻ്റെ നിയമം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നിയോഗം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുന്നതാണ് എന്നുള്ളതായ സത്യം ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് മാതാപിതാക്കൾ മനസ്സിൽ വെച്ച് കൊള്ളേണ്ട നിയമമാണ്. ആ വാക്ക് എന്ത് മനോഹരമാണ്! ആ വാക്കിൻ്റെ ഒടുവിൽ നമ്മൾ വായിക്കുന്നത് സകല വചനങ്ങളും എവിടെ വെച്ച് കൊള്ളണം? മനസ്സിൽ വെച്ച് കൊള്ളണം. ഈ ആവർത്തന പുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ 2 മനപ്പാഠ വാക്യങ്ങളിൽ ഇതിനോട് വളരെ ബന്ധമുള്ളൊരു പ്രയോഗം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലും അതുപോലെ 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിലും ദൈവം പറയുന്നത് ഇത് നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം, ഹൃദയത്തിൽ ഇരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇവിടെ ഞാൻ ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് നമ്മൾ പിള്ളേരും പ്രായമുള്ളവരൊക്കെ ഒരുപോലെ ദൈവത്തിൻ്റെ വചനം മനഃപ്പാഠമാക്കാനായിട്ട് ആവോളം ഉത്സാഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഇതിൻ്റെ വിശദീകരണം നിങ്ങളോട് ഒത്തിരി പറയേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മൾ സഭയായിട്ട് അങ്ങനെ ഒരു ദൗത്യമാണല്ലോ 4 നൂറ്റാണ്ടായിട്ട് നമ്മൾ നിർവഹിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതോർത്ത് നമുക്ക് സന്തോഷിക്കാം, അതിൽ ക്ഷീണിച്ചു പോകാതെ അതിൽ തുടരാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊടുക്കണം എന്നുള്ളതായ നിയോഗം കൊടുക്കുമ്പോൾ അവരോട് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്, ഇത് നിങ്ങളുടെ മനസ്സിൽ ഇരിക്കണം. അതുകൊണ്ട് നാം ചെയ്തു വരുന്ന കാര്യം കൂടുതൽ ശുഷ്കാന്തിയോടുകൂടെ നിർവഹിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം കൃപ നൽകട്ടെ. മൂന്നാമത് ഞാൻ പറയാൻ പോകുന്നതാണ് നമ്മുടെ പ്രതിപാദനത്തിൽ ഏറ്റവും പ്രധാനം. നീ നിന്റെ മനസ്സിൽ വെച്ച് കൊള്ളണം. പിന്നെ ഇവിടെ പറയുന്നതായ കാര്യം, ഈ വചനങ്ങൾ പ്രമാണിച്ച് നടക്കണം. പ്രിയപ്പെട്ടവരെ, അതാണ് ഇതിലെ നമ്മുടെ പ്രതിപാദനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. അപ്പോൾ ഈ കുടുംബ നിയോഗത്തിൽ ദൈവം ഇസ്രായേലിനെ കുടുംബങ്ങളായിട്ട് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഇത് നിന്റെ മനസ്സിൽ ഇരിക്കണം. നീ ഈ പ്രമാണങ്ങൾ പ്രമാണിച്ച് ജീവിക്കണം എന്നുള്ളത് എത്രയോ വ്യക്തമായി ഇവിടെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിത് ധാരാളം ചിന്തിച്ചിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പ്രിയപ്പെട്ടവരെയും, നമ്മുടെ കുടുംബത്തിനകത്ത് നാം ഉൾക്കൊള്ളുന്ന പ്രമാണങ്ങൾ, വചനങ്ങൾ പ്രായോഗികമാക്കി ജീവിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാനത് പറയും. പക്ഷെ പഠിപ്പിക്കുന്നതിന് മുൻപ് അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി ജീവിക്കാനായിട്ട് സാധിക്കണം. ഒരു വാക്യം ഒന്ന് വായിക്കണം എന്നൊരാഗ്രഹം മനസ്സിൽ. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരു വീട്ടമ്മ വീട്ടിൽ എങ്ങനെ പാർക്കണം എന്നുള്ള ചോദ്യത്തിൻ്റെ 4 ഉത്തരങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എഴുതി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ താമസിക്കേണ്ടത് എന്നുള്ളതിൻ്റെ 4 ഉത്തരങ്ങൾ ആ വാക്യത്തിൽ ഉണ്ട്. ഇത് നമ്മൾ മനഃപ്പാഠം പഠിച്ചിട്ടുള്ള വാക്യമാണ്. ഇപ്പോൾ ഒന്ന് വായിച്ചു മാത്രം പോകാം. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവർ മക്കളെ പ്രസവിച്ച് രക്ഷപ്പെടാം. ഞാനതിന് വേറെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാമല്ലോ. സഭയിൽ സഹോദരിമാരുടെ ശുശ്രൂഷയ്ക്കൊരു നിബന്ധനയുണ്ട്. സഭായോഗങ്ങളിൽ അവർ വചനം പറയാൻ പാടില്ല എന്നുള്ളത് അവിടെ ഖണ്ഡിതമായിട്ട് വിലക്കുകയാണ്. പക്ഷെ അതിങ്ങനെ പറഞ്ഞു വന്നിട്ട് ആ അധ്യായത്തിന് ഒടുവിലത്തെ വാചകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നതായ കാര്യം, അവർ എങ്ങനെയാണ് വീട്ടിൽ പാർക്കേണ്ടത് എന്ന് അവിടെ പറയുകയാണ്. സ്നേഹത്തിൽ പാർക്കണം,
വിശ്വാസത്തിൽ പാർക്കണം, വിശുദ്ധീകരണത്തിൽ പാർക്കണം, പിന്നെ സുബോധത്തോടെ പാർക്കണം. സുബോധത്തോടെ പാർക്കണം. ആ വാക്കിന് പശ്ചാത്തലത്തിലൊരു പ്രാധാന്യമുണ്ട്. ഈ മുമ്പിൽ വെച്ചിരിക്കുന്ന വിലക്കെല്ലാം എങ്ങനെയെങ്കിലും തെറ്റിക്കാനായിട്ട് സുബോധം വിട്ട് പെരുമാറേണ്ടതായ ആവശ്യം ഇല്ല. അങ്ങനെയുള്ള എന്തോരം ആളുകളെ നമ്മൾ ക്രിസ്തീയ കോളത്തിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൻ്റെ നോട്ടീസ് ആവശ്യമായി ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഇങ്ങനെ അതിലൊരു പ്രസംഗകയാണ് ഒരാൾ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ ഇത് വ്യാപകമായി ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, എങ്ങനെ വീട്ടിൽ പാർക്കുന്നു എന്നുള്ളത് എത്രയോ പ്രധാനമാണ്. സഭയിൽ പഠിപ്പിക്കാൻ പാടില്ലെങ്കിലും മക്കളെ ഉപദേശിക്കാനായിട്ട് യാതൊരു തടസ്സവുമില്ല. അത് അടുത്ത പോയിൻ്റായിട്ടാണ് പറയേണ്ടത്, എങ്കിലും ഞാനിവിടെ അതങ്ങ് ചേർത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഉപദേശിക്കുന്നതിന് മുമ്പ് അത് പ്രമാണിച്ച് ജീവിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒത്തിരി വേദികളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരു ചെറുപ്പക്കാരനോട് ഒരാൾ ചോദിച്ചു, ഇംഗ്ലീഷ് അന്നപ്പോൾ ഒത്തിരി വേർഷൻസ് ഉണ്ട്, പണ്ടത്തെ കാര്യമാണ് കേട്ടോ, ഒത്തിരി വേർഷൻസ്. ഇപ്പോൾ മലയാളത്തിലും പുതിയ വേർഷൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചു, നിനക്ക് ഏത് വേർഷനാണ് ഇഷ്ടം? ഒത്തിരി വേർഷൻസ് ഉണ്ടല്ലോ. അവൻ്റെ ഉത്തരം, ഐ ലൈക്ക് മൈ മദേഴ്സ് വേർഷൻ. എൻ്റെ അമ്മയുടെ പരിഭാഷയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവൻ്റെ അമ്മ ബൈബിളൊന്നും പരിഭാഷ ചെയ്തിട്ടില്ല, പക്ഷേ അവൻ്റെ അമ്മ ഒരു ബൈബിൾ പരിഭാഷയായിട്ട് അവൻ്റെ വീട്ടിൽ ജീവിച്ചത് അവനെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, ഈ പ്രമാണം എത്രയോ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രമാണം അനുസരിച്ച് വീട്ടിൽ നടക്കണം. നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലിയ പാഠമായിട്ട് ഇരിക്കുന്നത്. നമ്മുടെ പിള്ളേരൊക്കെ വളർന്നു വരുമ്പോൾ അവരാദ്യം മാതൃകയാക്കാനായിട്ട് ശ്രമിക്കുന്നത് അവരുടെ മാതാപിതാക്കളെയാണ്. പിന്നെ അവർ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ വേറെ ചില മാതൃകകളെയൊക്കെ അനുകരിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ ആദ്യം ശ്രമിക്കുന്നത് അവരുടെ മാതാപിതാക്കളെ അനുകരിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അബ്രഹാമിനോട് പറഞ്ഞപ്പോഴും ഇത് പറഞ്ഞു, ഇസ്രയേലിന് പ്രമാണം കൊടുക്കുമ്പോഴും ഈ കാര്യം നമ്മൾ വ്യക്തമായിട്ട് കാണുകയും. നാലാമത്തേത് ഇനിയും പറയേണ്ട ആവശ്യമില്ല, വചനം മക്കളോട് കൽപ്പിക്കണം. ഇത് ദൈവം തന്ന അധികാരത്തോടെ ചെയ്യണം. മക്കളോട് കൽപ്പിക്കുവാൻ, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ വായിച്ചതുപോലെ ശാസിക്കാൻ, പിന്നെ ഒരു വാക്കോടെ ചേർത്ത് പറയാമല്ലോ, ശാസിച്ച് അമർത്താൻ ഒക്കെയുള്ള അധികാരം ആര് തന്നിട്ടുണ്ട്? ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ദൈവം തന്ന അധികാരം അതതിൻ്റെ എല്ലാ കൃത്യതയിലും നിർവഹിക്കാനായിട്ട് സാധിക്കട്ടെ. ഏലി ഇതിൽ തോറ്റുപോയി എന്നുള്ളത് കൊണ്ട് അവൻ ദൈവസന്നിധിയിൽ എത്രയോ വലിയ കുറ്റക്കാരനായി തീർന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ ഈ വാക്യത്തിൽ നിന്ന് മുമ്പോട്ട് പോകട്ടെ. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന് കൊടുത്ത അതേ പ്രമാണം ഇവിടെ അബ്രഹാമിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള മക്കളായ ഇസ്രയേൽ മക്കൾക്കും കുടുംബമായി കൊടുത്തിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇനി നമുക്കൊരു നിയോഗമുണ്ട്, അതുകൂടെ ഒന്ന് ചേർത്ത് പറയാം എന്ന് കരുതുന്നു. ആ നിയോഗം എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പുതിയ നിയമ വിശ്വാസികളായ മാതാപിതാക്കൾക്ക് ദൈവം കൊടുത്തിട്ടുള്ളതായ വളരെ വ്യക്തമായ നിയോഗമുണ്ട്. നമുക്കെല്ലാം മനഃപ്പാഠം അറിയാവുന്ന വാക്യം, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. എന്തു വ്യക്തമായ കുടുംബ നിയോഗമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഓരോ വാചകങ്ങൾ ഒന്ന് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഈ പിതാക്കന്മാരെ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു എങ്കിലും ഇത് മാതാപിതാക്കൾക്ക് മക്കളുള്ള ബന്ധത്തിൽ ദൈവം നൽകുന്നതായ വളരെ പ്രധാനപ്പെട്ടതായ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞാൻ നമ്പർ ഇട്ടതങ്ങ് പറയാം.
എന്ന് വിചാരിക്കുകയാണ്. ഇത് മാതാപിതാക്കൾക്കുള്ള നിയോഗമാണ്. ഈ നിയോഗം പ്രായോഗികമാക്കിയതായ ഒരമ്മയെയും വല്യമ്മയെയും നമുക്കറിയാമല്ലോ. അമ്മ യുനീക്കയും വലിയമ്മ ലോവീസും. റെഫറൻസ് എഴുതിയിട്ടാൽ മതി. 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അമ്മമാരും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതിന് ഒരു തെളിവ് ഞാനൊന്ന് പറയാം. സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ആരെങ്കിലും ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. സദൃശ്യ 1-ന്റെ 8-ാമത്തെ വാക്യം. എന്ത് കൃത്യമായിട്ടാണ് പറയുന്നത്? അപ്പൻ്റെ പ്രബോധനം കേൾക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അപ്പോൾ എത്ര വ്യക്തമായിട്ടാണ് ഈ സത്യം ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുക. ഇതൊക്കെ നമ്മൾ ധാരാളം ചിന്തിച്ചിട്ടുണ്ട്. നമ്മളിതൊക്കെ പ്രിൻ്റ് ചെയ്ത പുസ്തകവും ആളുകളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒത്തിരി വിശദമാക്കേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വാക്കുകൾ ഒക്കെ അതിൻ്റെ കൃത്യമായ നിലയിൽ നമ്മുടെ വീട്ടിൽ പ്രായോഗികമാക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താം. നമ്മളുടെ മക്കൾ ഈ ക്ലാസ്സിലുണ്ടല്ലോ. അതുകൊണ്ട് ഇത് മാതാപിതാക്കളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി ഈ കാര്യം നിർവഹിക്കുമ്പോൾ അതിനോട് വിധേയപ്പെട്ട് അനുസരിച്ച് പോകുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തേത്, മക്കളെ കോപിപ്പിക്കരുത്. സദൃശ്യം 30-33 മാത്രം ഒന്ന് പറയുകയാണ്. പാൽ കടഞ്ഞാൽ വെണ്ണയുണ്ടാകും, മൂക്ക് ഞെക്കിയാൽ ചോര വരും. മൂന്നാമത്തെ പറയാമോ? കോപം ഇളക്കിയാൽ വഴക്ക് ഉണ്ടാകും. അപ്പോൾ കോപം പിള്ളേരിലുമൊക്കെ ഉണ്ട്. ഒരു കവി പാടിയിട്ടുണ്ട്, കോപശീലം ശിശുക്കളിലും ഉണ്ടല്ലോ എന്ന് ഒരു കവിത ഉണ്ട്. അപ്പോൾ അത് ഇളക്കരുത് എന്നുള്ളത്, കോപിപ്പിക്കരുത് എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ബാലശിക്ഷയിൽ വളർത്തണം. ഇതിൻ്റെ ഒരു ചെറിയ വിശദീകരണം എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഉണ്ട്. നിങ്ങൾ സ്വയമായിട്ട് അത് വായിച്ച് ധ്യാനിച്ചാൽ മതി എന്ന് ഓർപ്പിക്കുക. സദൃശ്യവാക്യത്തിലൊരു വാക്യം ഞാൻ പറയാം. സദൃശ്യ 13-24, വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ എന്തു ചെയ്യുന്നു? ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. എന്ത് കൃത്യമായിട്ടാണ് ദൈവാത്മാവ് ഇത് രേഖപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ മാതാപിതാക്കൾ ഉപേക്ഷയായിട്ട് വിചാരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതിലൊക്കെ കൃത്യത സൂക്ഷിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നാലാമത്തേത്, പഥ്യോപദേശത്തിൽ വളർത്തണം. ഞാനത് വിശദീകരിക്കുന്നില്ല. പഥ്യോപദേശം മക്കളെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം സഭയിലെ മൂപ്പന്മാർക്കല്ല, പിന്നെയോ മാതാപിതാക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭയിലുള്ള ബൈബിൾ ക്ലാസ്സും സഭയിൽ വചനം പഠിപ്പിക്കുന്നതുമൊക്കെ സൺഡേ സ്കൂളും ഒക്കെ ഇത് സഹായകരമാകും. അതോർത്ത് സ്തോത്രം ചെയ്യാം, പ്രയോജനപ്പെടുത്താം. പക്ഷേ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണിത്. മക്കളൊക്കെ പ്രായത്തിലേക്കൊക്കെ വരുമ്പോൾ, പല സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഉപദേശമൊന്നും നോക്കാതെ എവിടെയെങ്കിലുമൊക്കെ ആരാധനയ്ക്ക് പോയും ചിലർ പോകാതെയും ഒക്കെ പോകുന്ന നാളുകളിൽ വേദനിച്ചിട്ടോ വിലപിച്ചിട്ടോ കാര്യമില്ല. അവരെ പഠിപ്പിക്കേണ്ട സമയത്ത് ഉപദേശം, പഥ്യമായ ഉപദേശം പഠിപ്പിക്കുവാനും ദുരുപദേശങ്ങളുടെ വ്യത്യാസം അവർക്ക് കാണിച്ചു കൊടുക്കുവാനും ഒക്കെ ഉള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അഞ്ചാമത്തേടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. പോറ്റി വളർത്തണം. വിശദീകരണം ഞാൻ പറയുന്നില്ല. പിള്ളേരെ സ്നേഹിക്കണമെന്ന് ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. മക്കളെ നമ്മളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു വാചകം ചേർത്ത് പറയട്ടെ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന സ്നേഹം
ലോകത്തിൽ വേറെ ആർക്കും കൊടുക്കാനായിട്ട് പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ സ്നേഹിക്കാനും അവരെ പോറ്റി വളർത്താനുമുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ഇത് കുടുംബജീവിതത്തിൽ എന്തോരം പ്രധാനപ്പെട്ടതാണ്. ഞാനൊരു വാക്യഭാഗം പറഞ്ഞ് ഞാൻ തന്നെ ആ വാക്യത്തിൽ നിന്നൊരു ഔട്ട്ലൈനും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. വീട്ടിൽ പോയി ഇതൊന്ന് വായിച്ച്, പ്രത്യേകിച്ച് കൊച്ചു പിള്ളേരൊക്കെ ഉള്ളവർ വീട്ടിൽ പോയി ഇത് വായിച്ച് ധ്യാനിച്ച് ഇതിൻ്റെ പാഠം ഉൾക്കൊള്ളണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. ഇത് ദൈവം ഇസ്രായേലിനെ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് വിശദീകരിക്കുമ്പോൾ ഒരമ്മ ഒരു കുഞ്ഞിന് ചെയ്യുന്ന ലാളനയായിട്ടാണ് അത് വ്യക്തമാക്കുന്നത്. പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. ഇപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നൊരു കാര്യം, വചനപ്രകാരം ചെയ്യേണ്ടുന്നതായ കാര്യം. 13-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്ന ആരാശ്വസിപ്പിക്കുന്നവരെയാണ്? അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെയാണ്. അപ്പോൾ ഒരു കുഞ്ഞിന് ഏറ്റവും നല്ല ആശ്വാസം കൊടുക്കുവാൻ അവൻ്റെ അമ്മയ്ക്കേ കഴിയുള്ളൂ. അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന പൊസിഷൻ എത്രയോ വിലപ്പെട്ടതായൊരു പൊസിഷനാണ്. ഇത് അമ്മമാരാദ്യം തിരിച്ചറിഞ്ഞ് അത് ഏറ്റവും നന്നായി നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. 14-ാം വാക്യോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇത് ചെയ്താൽ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥികൾ ഇളമ്പുല്ല് പോലെ തഴയ്ക്കും. എന്ത് കൃത്യമായിട്ടാണ് അത് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോറ്റി ലാളിച്ച് കൊണ്ടുവന്ന് നടന്നാൽ അത് അവരുടെ വളർച്ചയെ, ശാരീരികമായ വളർച്ചയെ പോലും ബാധിക്കുവാൻ ഇടയായിട്ട് തീരും. ഇതൊക്കെ ഞാൻ ഈ വീട്ടിൽ പാർക്കുമ്പോൾ കിട്ടിയതായ പ്രകാശനമാണ്. ഇപ്പോൾ എൻ്റെ മക്കൾ ഇന്ന് ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ PTA മീറ്റിങ്ങിന് ഒത്തിരി പോകാറില്ല, മേവിളാണ് അധികം പോകാറ്. ഒരു ദിവസം പോയി വന്നപ്പോൾ ഒരു കന്യാസ്ത്രീ അവരുടെ പേരൻസിന് ക്ലാസ് എടുത്ത കാര്യം പറഞ്ഞു. വലിയൊരു യുദ്ധം കഴിഞ്ഞപ്പോൾ ഒത്തിരി കുട്ടികൾ അനാഥരായിട്ട് തീർന്നു. അപ്പോൾ സർക്കാർ ആ കുട്ടികളെ എല്ലാം എടുത്ത് അവർക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുത്ത് അവർക്ക് നല്ല ആഹാരവും പരിചരണവും ഒക്കെ കൊടുത്ത് അവരെ വളർത്തിയെടുക്കുവാൻ ഇടയായിട്ട് തീർന്നു. അവർ പറഞ്ഞത്, ആ പിള്ളേരൊക്കെ പ്രായത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ള കുട്ടികളിൽ നിന്ന് സാരമായൊരു വ്യത്യാസം, അവരുടെ നട്ടെല്ലുകൾക്ക് ബലം കുറവായിരുന്നു എന്നാണ് അത് പറഞ്ഞത്. മേബിൾ വന്ന് എന്നോട് പറഞ്ഞാണ് കേട്ടോ. എങ്കിലും ഈ വാക്യം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, കുഞ്ഞുങ്ങളോടുകൂടി സമയം ചിലവഴിക്കാനുള്ള സമയം നന്നായിട്ട് ഉപയോഗിച്ചോളണം. അവരെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് കിടക്കുകയും മുഴങ്കാലിരുത്തി ലാളിക്കുകയൊക്കെ ചെയ്യാനുള്ള സമയം നന്നായിട്ട് ഉപയോഗിക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടപ്പാവില്ല, പിള്ളേർക്ക് സമ്മതിക്കുകയുമില്ല. അപ്പം അതുകൊണ്ട് അതൊക്കെ ചെയ്യേണ്ട സമയത്ത് സമയം തക്കത്തിൽ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ മാതാപിതാക്കൾക്കുള്ള ഉത്തരവാദിത്വം എന്ത് കൃത്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ച് നിങ്ങളുടെ പിൻതലമുറയെ വളർത്തിയെടുക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ അവർ വിശ്വാസത്തിൽ കൂട്ടവകാശികളായി നിങ്ങളോട് കൂടെ നിൽക്കുവാൻ ഇടയായിട്ട് തീരും. അതാണ് കുടുംബത്തിന് ദൈവം നൽകിയിട്ടുള്ള വലിയ നിയോഗം. ഒത്തിരി ബദ്ധപ്പാടുകളുടെ നടുവിൽ ഈ വലിയ നിയോഗം മറക്കുന്നില്ല എന്നുള്ളത് എല്ലാ ഗൗരവത്തിലും സൂക്ഷിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ചിന്താവിഷയം ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാം. അത് വീട്ടിൽ തുടങ്ങാം, അത് നമുക്ക് സഭയിൽ തുടരാം. ദൈവത്തിൻ്റെ ഈ പ്രമാണം അതിൻ്റെ എല്ലാ പ്രാധാന്യത്തിനും ഉൾക്കൊണ്ട് അനുസരിച്ച് പ്രായോഗികമാക്കി ഈ തലമുറയിൽ സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് എല്ലാവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ.
അവൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.